ബാധകമാകുമോ? അങ്ങനെയാണോ കോടതികൾ വിധി പറയുന്നത്? അദ്ദേഹത്തിന് അനുകൂല പരാമർശങ്ങളോടെ ജാമ്യം കിട്ടി. അദ്ദേഹം കുറ്റക്കാരനാണ്. നമുക്ക് ജാമ്യമാണ്, ജാമ്യമാണ്. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടാണോ ജാമ്യം കൊടുക്കുന്നത്? AMMയെ കുറിച്ച് സംസാരിക്കുമ്പോ എന്തിനാ വരുന്നത്? അമ്മ ആ ഓർഗനൈസേഷൻ അമ്മ ഞാൻ AMMA ആരുടെ അമ്മ? അമ്മയുടെ നായർ. AMMA അല്ലേ? അബ്രീവിയേഷൻസ്. നായര് മാത്രമല്ല, അതിന് മുസ്ലിമും ക്രിസ്ത്യാനി ഈഴവനും എല്ലാം ഉണ്ട്. പക്ഷേ അമ്മ എന്ന ഓർഗനൈസേഷനെ അടിസ്ഥാനപരമായി ബഹുമാനിക്കാത്തവരാണ് അതിനെ AMMA എന്ന് വിളിക്കുന്നത്. മനുഷ്യനെ കൊണ്ട് 60 കിലോ ഒക്കെ വന്നു വീണ എന്താ ചെയ്യും? രാഹുൽ എന്തിനാ ഈ ഈ റേസിസം എല്ലാം കൊണ്ടുവരുന്ന റിലിജൻ? ഇത് ഇപ്പൊ ആരെങ്കിലും ഇവിടെ റിലിജനെ കുറിച്ച് പറഞ്ഞോ? പ്രകാശ് ബാരെ സാറാണ് പറഞ്ഞത്. പ്രകാശ് ബാരെ സാറാണ് പറഞ്ഞത് അമ്മയുടെ നായരെന്ന്. പ്രകാശ് ബാരെ സാറാണ് പുള്ളി പറയാ കുറെ കാണുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞത്. പറഞ്ഞത് പ്രകാശ് ബാരെ സാറ് പറഞ്ഞു അമ്മയുടെ നായരെന്ന്. ഞാൻ പറഞ്ഞു നായര് മാത്രമല്ല ക്രിസ്ത്യാനിയും മുസ്ലിമും ഈഴവനും ഉണ്ടെന്ന്. അപ്പം പ്രകാശ് ബാരെ സാർ പറഞ്ഞതിന് പ്രശ്നമില്ല. അങ്ങനെയല്ല, എല്ലാരും ഉണ്ടെന്ന് പറയുന്നത് എന്റെ പ്രശ്നമായോ? ആരെങ്കിലും നിന്റെ അമ്മയുടെ നായര് ഓ അച്ഛനാ, മൈ ഫാദർ നായരെന്ന് വിളിച്ച് കാണിച്ചു തരാം. AMMA എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇത്ര ചൊറിയുന്നത്? ഒരു അമ്മ എന്ന് വിളിച്ച സാറിന് AMMA അത് ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. AMMA ആണ് അവരുടെ മലയാളം മൂവി അസോസിയേഷൻ. രാഹുൽ ഈശ്വർ, എന്തൊക്കെ തർക്കങ്ങളാണ്. നമ്മൾ ഇന്ന് എന്താണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം? അതിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തിനാണ് രാഹുൽ? ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കൂ. പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം.